KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കനയ്യകുമാറിന് ജാമ്യം നൽകരുതെന്ന് കേന്ദ്ര സർക്കാർ. ജാമ്യാപേക്ഷ സുപ്രീംകോടതി പരിഗണിച്ചില്ല. തിരഞ്ഞെടുപ്പിൽ അമിത ആത്മവിശ്വാസമില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം നാളെ. ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്നത് 27 വമ്പന്മാരുടെ പേരുകൾ. SAR ഗീലാനിയുടെ ജാമ്യാപേക്ഷ പാട്യാല കോടതി തള്ളി. സുപ്രീംകോടതിയുടെ നിർദ്ദേശം മറികടന്ന് ഡൽഹിയിൽ അഭിഭാഷകരുടെ പ്രതിഷേധം. സീറ്റ് തർക്കം. പിതൃത്വമില്ലാത്ത വാർത്തകൾ പ്രചരിക്കുന്നുവെന്ന് KM മാണി. കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി രൂപവൽക്കരണവും പ്രതിനിധി സമ്മേളനവും നാളെ. വാർത്തകൾ വിശദമായി. JNU വിദ്യാർത്ഥി നേതാവ് കനയ്യകുമാറിന് ജാമ്യം നൽകരുതെന്ന് കേന്ദ്ര സർക്കാർ. ജാമ്യം നൽകിയാൽ അത് രാജ്യത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതാകും. ജാമ്യം നൽകുന്നതും കോടതിയിലെ അക്രമവും തമ്മിൽ ബന്ധമില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ ബോധിപ്പിച്ചു. അതേസമയം കനയ്യകുമാറിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി പരിഗണിച്ചില്ല. ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. രാജ്യദ്രോഹ കുറ്റം റദ്ദാക്കണമെന്നും ജാമ്യം അനുവദിക്കണമെന്നുമുള്ള അപേക്ഷകളാണ് സുപ്രീംകോടതി പരിഗണിക്കാൻ വിസമ്മതിച്ചത്. എല്ലാ കോടതികളും സുരക്ഷിതമല്ലെന്ന് പറയാനാകില്ല. വാദത്തിനിടെയാണ് കോടതിയുടെ ഈ നിരീക്ഷണം. സുരക്ഷ ഉറപ്പാക്കുമെന്ന് ഡൽഹി പോലീസും കേന്ദ്ര സർക്കാരും അറിയിച്ചു. ജാമ്യവും കോടതിയിലെ അക്രമവും തമ്മിൽ ബന്ധമില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. രാജ്യദ്രോഹക്കുറ്റം ചുമത്തപ്പെട്ട് അറസ്റ്റിലായി 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യപ്പെട്ട കനയ്യകുമാർ പാട്യാല ഹൌസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാതെ നേരിട്ട് സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. മൌലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ സുപ്രീംകോടതിയെ നേരിട്ട് സമീപിക്കാൻ കഴിയുന്ന ഭരണഘടനയുടെ 32ാം അനുച്ഛേദന പ്രകാരമാണ് കനയ്യകുമാർ ഹർജി നൽകിയത്. അസാധാരണമാം വിധം നിയമസംവിധാനം ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്നും തനിക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായാണ് രാജ്യദ്രോഹക്കുറ്റം ചുമത്തിയതെന്നും ഹർജിയിൽ കനയ്യകുമാർ ചൂണ്ടിക്കാട്ടുന്നു. മുൻ ഡൽഹി സർവകലാശാല അധ്യാപകൻ SAR ഗീലാനിയുടെ ജാമ്യാപേക്ഷ പാട്യാല കോടതി തള്ളി. ഡൽഹി പ്രസ് ക്ലബ്ബിൽ നടന്ന അഫ്സൽ ഗുരു അനുസ്മരണ ചടങ്ങിൽ ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി എന്നാരോപിച്ചാണ് ഗീലാനിയെ അറസ്റ്റ് ചെയ്തത്. 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു അദ്ദേഹം. ജാമ്യാപേക്ഷ തള്ളിയതോടെ ഗീലാനി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരും. ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ദേശദ്രോഹ കുറ്റമാണ് ഗീലാനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ചടങ്ങിന്റെ മുഖ്യ സംഘാടകൻ ഗീലാനിയാണെന്നും അദ്ദേഹത്തിന്റെ ഇമെയിലിൽ നിന്നാണ് ഹാൾ ബുക്ക് ചെയ്തതെന്നും പോലീസ് ആരോപിക്കുന്നു. മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സ്വമേധയാ കേസെടുത്തതെന്ന് പോലീസ് ആരോപിക്കുന്നുണ്ട്. പാട്യാല ഹൌസ് കോടതിക്ക് പുറത്ത് RSS അനുകൂല അഭിഭാഷകരുടെ പ്രതിഷേധം. സുപ്രീംകോടതിയുടെ നിർദ്ദേശങ്ങൾ മറികടന്ന് പാട്യാല ഹൌസ് കോടതിക്ക് അകത്തുനിന്നാണ് അഭിഭാഷകർ പ്രതിഷേധം ആരംഭിച്ചത്. പ്രതിഷേധ പ്രകടനം ഇന്ത്യ ഗേറ്റ് ചുറ്റി വീണ്ടും കോടതിക്ക് മുന്നിലെത്തി. രാജ്യദ്രോഹക്കുറ്റം ചുമത്തി ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത ഡൽഹി സർവകലാശാല മുൻ അധ്യാപകനായ SAR ഗീലാനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് അഭിഭാഷകരുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം പാട്യാല ഹൌസ് കോടതിയിലെ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ അഭിഭാഷകൻ വിക്രം സിംഗ് ചൌഹാന്റെ ആഹ്വാനപ്രകാരമാണ് അഭിഭാഷകർ പ്രകടനം നടത്തിയത്. അഭിഭാഷകരെ കരുതേച്ചു കാണിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമം നടത്തുകയാണെന്നും ഇതിനെതിരെയുള്ള സമാധാന റാലിയിൽ പങ്കെടുക്കണമെന്നും വിക്രം ചൌഹാൻ ഫേസ്ബുക്കിലൂടെ ആഹ്വാനം ചെയ്തിരുന്നു. വിക്രം സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിലാണ് അഭിഭാഷകർ മാർച്ച് നടത്തുന്നത്. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് RSS അനുകൂല അഭിഭാഷകർ വന്ദേമാതരം വിളികളുമായി മാർച്ച് നടത്തിയത്. JNU അടച്ചുപൂട്ടണമെന്നും രാജ്യദ്രോഹികൾക്കെതിരെ നടപടി വേണമെന്നും അഭിഭാഷകർ ആവശ്യപ്പെട്ടു. സീറ്റ് വിഭജനത്തിൽ കേരള കോൺഗ്രസിൽ ഭിന്നതയെന്ന വാർത്ത നിഷേധിച്ച് KM മാണി. പിതൃത്വമില്ലാത്ത വാർത്തകളാണ് പ്രചരിക്കുന്നത്. സീറ്റ് ചർച്ച പോലും തുടങ്ങിയിട്ടില്ല. കേരള കോൺഗ്രസിന് സ്വീകാര്യത വർദ്ധിക്കുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ UDF വിട്ട് വേറൊരു ചിന്താഗതിയില്ലെന്നും മാണി കൂട്ടിച്ചേർത്തു. സീറ്റ് ഡിസ്കഷൻ ആരംഭിക്കേണ്ടത് മീഡിയയുടെ മുമ്പിലാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് സീറ്റ് ഡിസ്കഷൻ ആരംഭിക്കട്ടെ, ഇത്രയും എനിക്ക് പറയാം. അതിപ്പോൾ അതിനെപ്പറ്റി ഒന്നും സംസാരമില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ കക്ഷി കേരള കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ സീറ്റുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് മീഡിയ ആയിട്ട് ഞാൻ പറഞ്ഞത് വല്ല അർത്ഥമുണ്ടോ? ഞങ്ങൾ ചർച്ച ആരംഭിച്ചിട്ടില്ല. ഞങ്ങൾ വേണ്ട സമയത്ത് ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് ഞങ്ങളുടെ പ്രപ്പോസൽ വെക്കും.
അർഹമായ സീറ്റുകൾ ചോദിക്കും, അർഹമായ സീറ്റുകൾ കിട്ടും. അത് ഞങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിച്ചു വരുന്നു, സന്തോഷമുണ്ട്. കേരള കോൺഗ്രസിനോട് കാണിക്കുന്ന ആഭിമുഖ്യത്തിന് സന്തോഷം. പക്ഷെ ഇപ്പൊ ഞങ്ങൾ UDF-ലാണ്. UDF വിട്ട് വേറൊരു ചിന്താഗതി കേരള കോൺഗ്രസിനില്ല. ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ UDF-ആണ്. UDF വിട്ട് മറ്റൊരു ചിന്താഗതി കേരള കോൺഗ്രസിനില്ല, ഇപ്പോഴില്ല. UDF വിട്ട് വേറൊരു ചിന്താഗതി കേരള കോൺഗ്രസിനില്ല. ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ UDF-ആണ്. UDF വിട്ട് അമിത ആത്മവിശ്വാസത്തോടെയല്ല UDF നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. അരുവിക്കര ഉപതിരഞ്ഞെടുപ്പിന് ശേഷം അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. സീറ്റുകൾക്കായി മുസ്ലിം ലീഗ് തർക്കത്തിനില്ല, സൌഹാർദ്ദ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ അരുവിക്കര കഴിഞ്ഞപ്പോ കുറച്ച് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അത് ഏത് കാര്യത്തിലും അങ്ങനെ ഒരു ഓവർ ഇതാവുന്നത് ശരിയല്ലല്ലോ. അദ്ദേഹത്തിന്റെ അഡ്വൈസ് വളരെ കറക്റ്റാണ്. സ്മാർട്ട് സിറ്റി നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്നത് 27 വമ്പന്മാരുടെ പേരുകൾ. വിശദമായ റിപ്പോർട്ടിലേക്ക്. സ്മാർട്ട് സിറ്റി നാളെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്നത് തുടക്കത്തിൽ നിക്ഷേപം നടത്തുന്ന 27 IT കമ്പനികളുടെ പേരുകൾ. ആഗോളതലത്തിൽ പ്രശസ്തമായതും കേരളത്തിൽ ഇതുവരെ നിക്ഷേപം നടത്തിയിട്ടില്ലാത്തതുമായ കമ്പനികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഉദ്ഘാടകൻ ദുബായ് ക്യാബിനറ്റ് കാര്യമന്ത്രി മുഹമ്മദ് അബ്ദുള്ള അൽ ഖർഗാവിയായിരിക്കും പേരുകൾ പ്രഖ്യാപിക്കുക. ആദ്യം നിക്ഷേപം നടത്താൻ സ്മാർട്ട് സിറ്റി കെട്ടിടത്തിൽ സ്ഥലമെടുത്ത 27 കമ്പനികളുടെ മേധാവികളെയും ചടങ്ങിൽ ആദരിക്കും. രണ്ടാം ഘട്ടത്തിൽ നിക്ഷേപം നടത്താൻ കരാറായ 6 പദ്ധതികളുടെ ശിലാസ്ഥാപനവും ഇതിനൊപ്പം ഉണ്ടാകും. MA യൂസഫ് അലി നേതൃത്വം നൽകുന്ന സാൻസ് ഇൻഫ്ര, ഹോളിഡേ ഗ്രൂപ്പ്, മാറാട്ട്, പ്രസ്റ്റീജ്, എൽട്ടൺ ടെക്നോളജീസ് എന്നിവയും ജെംസ് ഇന്റർനാഷണൽ സ്കൂളുമാണ് രണ്ടാം ഘട്ടത്തിലെത്തുന്ന 6 പ്രമുഖർ. പക്ഷേ കല്ലിടലിനു പകരം വേദിയിൽ വെച്ച് പ്രഖ്യാപനം മാത്രമേ ഉണ്ടാകൂ. ഉദ്ഘാടനം ഡിജിറ്റൽ രൂപത്തിലാണ്. ആദ്യഘട്ടം കെട്ടിടത്തിന്റെ ഡിജിറ്റൽ ഉദ്ഘാടനത്തിന് ശേഷം മുഹമ്മദ് അബ്ദുള്ള അൽ ഖർഗാവിയും മറ്റു പ്രമുഖരും സ്മാർട്ട് സിറ്റി പവനിയിലേക്ക് നീങ്ങും. ദുബായ് ഹോൾഡിംഗ് ചെയർമാൻ കൂടിയായ ഖർഗാവിയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും ദുബായ് ഹോൾഡിംഗ് വൈസ് ചെയർമാൻ അഹമ്മദ് ബിൻ ബിയാത്തും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും MA യൂസഫ് അലിയും മറ്റു പ്രമുഖരും സ്മാർട്ട് സിറ്റി പവനിയിൽ ഒത്തുചേർന്ന ശേഷമാണ് സമ്മേളന പന്തലിലേക്ക് പോവുക. പവനിയലിൽ കെട്ടിടത്തിനടുത്ത് 1500 പേർക്ക് ഇരിപ്പിടമുള്ള AC പന്തലാണ് ഒരുങ്ങുന്നത്. പ്രസംഗങ്ങളുടെ എണ്ണം ചുരുക്കിയിട്ടുണ്ട്. സമ്മേളനത്തിന്റെ ഭാഗമായി സാംസ്കാരിക പരിപാടികളുമുണ്ട്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. UAE വിശേഷങ്ങൾ. അബുദാബി വിദ്യാഭ്യാസ കൌൺസിലിന്റെ കീഴിലെ സ്കൂളുകളിലെ പുതിയ അധ്യയന വർഷത്തെ പ്രവേശനം മാർച്ച് 13 മുതൽ 17 വരെ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 10ാമത് ശേഖ് സായിദ് ബുക്ക് അവാർഡിന് സൃഷ്ടികൾ ക്ഷണിച്ചു. യുവ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ, പരിഭാഷകൾ, സാഹിത്യകൃതികൾ എന്നിവയാണ് അവാർഡിനായി തിരഞ്ഞെടുക്കുക. അപേക്ഷകൾ ഓൺലൈൻ മുഖേനയോ അവാർഡ് നിർണയ കമ്മിറ്റി ഓഫീസിലോ നൽകേണ്ടതാണ്. പ്രമേഹ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വാക്ക് ഫോർ വെൽനസ് കൂട്ടനടത്തം 26-ന് ദുബായ് സബീൽ പാർക്കിൽ നടക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഡയറക്ടർ MA സലീം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അല്ലൈൻ ജബൽ ലഫീത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വിനോദസഞ്ചാരികൾക്ക് 1000 ദിർഹ പിഴ ചുമത്തുമെന്ന് അല്ലൈൻ നഗരസഭ. സന്ദർശനത്തിനെത്തുന്നവർ പാറകളിലും മറ്റും കോറിയിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നഗരസഭയുടെ മുന്നറിയിപ്പ്. ദുബായ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച നടക്കുന്ന കാർ രഹിത ദിനാചരണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതായി അധികൃതർ അറിയിച്ചു. 7ാമത് കാർ രഹിത ദിനാചരണത്തിൽ 1000-ഓളം സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളാണ് ഇത്തവണ പങ്കെടുക്കുന്നത്. മഴ കാണാനിറങ്ങിയ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട് കാണാതായ സ്വദേശി കുടുംബത്തിലെ 3 കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. മഴയുള്ളപ്പോൾ വാദികളിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് റാസൽ ഖൈമ പോലീസ് ആവശ്യപ്പെട്ടു. കുടുംബത്തിലെ 4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തെ തുടർന്നാണിത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജബൽ ജയ്സിലേക്കും വാദി ബീഹറിലേക്കുമുള്ള റോഡുകൾ പോലീസ് അടച്ചിട്ടുണ്ട്. രൂപയുടെ മൂല്യത്തകർച്ച തുടരുന്നു. ഇന്നലെ 1 ദിർഹമിന് 18.54 രൂപയായിരുന്നു വിനിമയ നിരക്ക്. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും.
അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖിലദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, AP അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖിലദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബാസുരമായൊരു ഭാവിക്കായി എന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖിലദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ, കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കേരളത്തിൽ മതപ്രബോധന രംഗത്ത് ക്രിയാത്മക മുന്നേറ്റം ലക്ഷ്യം വെച്ച് രൂപവൽകൃതമായ കേരള മുസ്ലിം ജമാഅത്തിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി രൂപവൽക്കരണവും പ്രതിനിധി സമ്മേളനവും നാളെ മലപ്പുറം വലിയങ്ങാടി കിളിയമണ്ണിൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. SYS 60ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ചേർന്ന സമസ്ത മുശാവറ തീരുമാനപ്രകാരം കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രഖ്യാപനം. സമകാലിക മുസ്ലിം സമൂഹത്തിലെ ജീർണതകളും കാപട്യവും ചൂഷണവും തിരിച്ചറിഞ്ഞ് സമൂഹത്തെ നന്മയുടെ മാർഗത്തിലേക്ക് വഴി നടത്താൻ പണ്ഡിതർ, വിദ്യാസമ്പന്നർ, ഉദ്യോഗസ്ഥർ, വ്യാപാരികൾ, കർഷകർ, തൊഴിലാളികൾ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളുടെയും കൂട്ടായ്മയാണ് കേരള മുസ്ലിം ജമാഅത്ത് പ്രതിനിധാനം ചെയ്യുന്നത്. ജില്ലയിലെ 1200-ൽ പരം വരുന്ന യൂണിറ്റ് കമ്മിറ്റികളും 115 സർക്കിൾ കമ്മിറ്റികളും 20 സോൺ കമ്മിറ്റികളും ഇതിനകം നിലവിൽ വന്നു. സോണുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാർക്ക് പുറമെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, SYS, SSF, SMA, SJM എന്നീ സംഘടനകളുടെ ജില്ലാ ഭാരവാഹികളും അടങ്ങുന്ന കൌൺസിലിൽ വെച്ച് അടുത്ത 3 വർഷത്തേക്കുള്ള ജില്ലാ ഭാരവാഹികളെയും പ്രവർത്തക സമിതി അംഗങ്ങളെയും തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുപ്പിന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകും. 3 മണിക്ക് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ സുലൈമാൻ മുസ്ലിയാർ, സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, C മുഹമ്മദ് ഫൈസി സംബന്ധിക്കും. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ സമരരംഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ദേശസ്നേഹം നെറ്റിയിലൊട്ടിക്കാനാവില്ല എന്ന ശീർഷകത്തിൽ SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കോട്ടക്കലിൽ വിദ്യാർത്ഥി പ്രതിഷേധം നടത്തി. മതേതരത്വത്തെയും ജനാധിപത്യ നിയമ സംവിധാനങ്ങളെയും കയ്യൂക്കുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് മോഡി ഭരണകൂടം. സംഘപരിവാർ ഗുണ്ടകൾ കനയ്യകുമാറിനെതിരെ നടത്തിയ കയ്യേറ്റം പ്രതിഷേധാർഹമാണ്. വക്കീൽ കുപ്പായമണിഞ്ഞ സംഘപരിവാർ ഗുണ്ടകൾ നിയമം കയ്യിലെടുത്താണ് പാട്യാല ഹൌസിൽ വിളയാടിയത്. സംഘപരിവാറിന് വീടുപണി ചെയ്യുന്ന ഡൽഹി പോലീസ് രാജ്യത്തിനു തന്നെ അപമാനമാണ്. കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് വാഴ്ച അവസാനിപ്പിക്കണമെന്നും JNU പ്രശ്നത്തിൽ വിദ്യാർത്ഥികൾക്കെതിരായ കള്ളക്കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രകടനം നടത്തിയത്. ഇന്ന് വൈകിട്ടോടെ കോട്ടക്കലിൽ വെച്ച് നടന്ന പ്രകടനത്തിൽ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നും യൂണിറ്റുകളിൽ നിന്നുമായെത്തിയ 100 വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇരമ്പി. MP നൌഷാദ് സഖാഫി, CP കുഞ്ഞീദു, PK അബ്ദുസമ്മദ്, NM സൈനുദ്ദീൻ സഖാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. SSF ജില്ലാ ജനറൽ സെക്രട്ടറി CKM ഫാറൂഖ് പ്രഭാഷണം നടത്തി. സുന്നി യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓമശ്ശേരി ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിൽ രോഗികൾക്കായി സൌജന്യ കഞ്ഞി വിതരണം ആരംഭിച്ചു. ഓമശ്ശേരി യൂണിറ്റ് കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് P ഇബ്രാഹിം മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV അബ്ദുറഹ്മാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. M ഉമർ സഖാഫി, മജീദ് പുത്തൂർ, TC ഗഫൂർ മാസ്റ്റർ, ഹെൽത്ത് ഇൻസ്പെക്ടർ P രവീന്ദ്രൻ, വാർഡ് മെമ്പർ ബിജു അരീക്കൽ, ഡോക്ടർ റിൻസി തുടങ്ങിയവർ സംബന്ധിച്ചു. സൌദി അറേബ്യയിലെ ബുറൈദ സെക്ടർ റിസാല സ്റ്റഡി സർക്കിൾ RC വിദ്യാർത്ഥികൾക്കായി വിന്റർവെൽ കലാസാഹിത്യ മത്സരങ്ങളും പഠന ക്യാമ്പും സംഘടിപ്പിച്ചു. സെക്ടർ ചെയർമാൻ ഷെരീഫ് ലത്തീഫിയുടെ അധ്യക്ഷതയിൽ മർക്കസ് ഓർഗനൈസർ അബ്ദുസലാം മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു.
നാം നല്ല നാളെയെ നിർമ്മിക്കേണ്ടവർ എന്ന വിഷയത്തിൽ SSF മുൻ സംസ്ഥാന ക്യാമ്പസ് സെക്രട്ടറി ഡോക്ടർ മഹമ്മൂദ് മുത്തേടത്ത് ക്ലാസ് എടുത്തു. GCC റിസാല സ്റ്റഡി സർക്കിൾ ഫൈനാൻസ് കൺവീനർ റഹീം കോട്ടക്കൽ, സോൺ ജനറൽ കൺവീനർ ബഷീർ ചേലമ്പ്ര, സെക്ടർ കൺവീനർ സാലി ബില്ലേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാസാഹിത്യ മത്സരങ്ങളും അരങ്ങേറി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനയ്യകുമാറിന് ജാമ്യം നൽകരുതെന്ന് കേന്ദ്ര സർക്കാർ, ജാമ്യാപേക്ഷ സുപ്രീംകോടതി പരിഗണിച്ചില്ല. സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം നാളെ, ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്നത് 27 വമ്പന്മാരുടെ പേരുകൾ. തിരഞ്ഞെടുപ്പിൽ അമിത ആത്മവിശ്വാസമില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. SAR ഗീലാനിയുടെ ജാമ്യാപേക്ഷ പാട്യാല കോടതി തള്ളി. സുപ്രീംകോടതിയുടെ നിർദ്ദേശം മറികടന്ന് ഡൽഹിയിൽ അഭിഭാഷകരുടെ പ്രതിഷേധം. സീറ്റ് തർക്കം, പിതൃത്വമില്ലാത്ത വാർത്തകൾ പ്രചരിക്കുന്നുവെന്ന് KM മാണി. കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി രൂപവൽക്കരണവും പ്രതിനിധി സമ്മേളനവും നാളെ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.